ഓല ഇലക്ട്രിക് ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയിലെ നമ്പർ 1 TV ടൂ വീലർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. വേറെ കാര്യം ഈ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്, ഇത്രയും ഷോർട്ട് സ്പാനിൽ ഇത്രയും വല്ലാതെ വളർന്ന ഒരു കമ്പനി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ചിലപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ല, EV സെഗ്മെന്റിൽ അവർ പുതിയ 2 വണ്ടികൾ ലോഞ്ച് ചെയ്യാണ്. ആക്ച്വലി 2 വണ്ടി പറയാൻ പറ്റില്ല, 2 സെഗ്മെന്റ്സിൽ ഒരു വണ്ടി ഇറക്കാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട സംഭവം സത്യമാണ്. EV സെഗ്മെൻറ്റിൽ 2 സെഗ്മെൻറ്റ്സ്, അതായത് ഓട്ടോറിക്ഷ സെഗ്മെൻറ്റിലും അതുപോലെ ബൈക്ക് സെഗ്മെൻറ്റിലും ഓല പുതിയ വണ്ടികൾ ഇറക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്കറിയാം ടൂ വീലർ സെഗ്മെൻറ്റിൽ ആക്ച്വലി എന്താ പറയുക, ഓല എല്ലാം വേറെ ടീമില്ല, വേറൊരു കമ്പനി ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞൊരു വർഷമായിട്ട് ഓല 1ാം സ്ഥാനത്ത് മാറിയിട്ടേ ഇല്ല. അപ്പോൾ അവർക്ക് വീണ്ടും ആ സ്ഥാനത്ത് മാറാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ കമ്പനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അവർക്കിപ്പോൾ വേറെ സെഗ്മെൻറ്റിലേക്ക്, അതായത് കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റ്സും കൂടി കിടക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമുക്ക് 2020 ഒരു പേറ്റന്റ് ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ പേറ്റന്റാണ് ലീക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ ഓലയുടെ ഭാഗത്ത് നിന്ന് ഫോട്ടോ നമ്മൾ കണ്ടു നമുക്ക് മനസ്സിലാവും. റൂഫിലൊക്കെ ഒരു സോളാർ പാനലൊക്കെ വെച്ചിട്ടുള്ളൊരു കൺസെപ്റ്റിലാണ് ആ സമയത്ത് അവർ പേറ്റന്റ് ഇറക്കിയത്. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഓല പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന, എന്നാൽ ലോഞ്ചിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന ആഴ്ചകളിൽ വിത്തിൻ 2 വീക്സിൽ നിങ്ങൾക്ക് ഓലയുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അത് വേറെ നല്ല 2 അനൗൺസ്മെൻറ്റ്സ് ആയിരിക്കും. ഒന്ന് വന്നിട്ട് ബൈക്ക് സെഗ്മെൻറ്റിലും ഒന്ന് വന്നിട്ട് ഓട്ടോറിക്ഷ സെഗ്മെൻറ്റിലും. അപ്പോൾ ഈ കാണുന്ന ഓട്ടോറിക്ഷയുടെ ഫോട്ടോസ് ഇത് ആക്ച്വലി കൺഫേംഡ് ന്യൂസ് എന്നല്ല, പല ഇമേജസ് പല വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ വേറെ സെക്കൻഡ് അപ്ഡേറ്റ് ഉള്ളത്, ഓലയുടെ ഭാഗത്തു നിന്ന് ഒരു ബൈക്കും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 4 ബൈക്കാണ് ആക്ച്വലി ഓല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഏത് വേരിയൻ്റാണ് വരാൻ പോകുന്നതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഓലയുടെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ കൺഫേംഡ് ന്യൂസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. ഇപ്പോൾ നമ്മൾ ഓലയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് 5 വേരിയൻസ് ആണ് ഉള്ളത്, അതായത് സ്കൂട്ടർ സെഗ്മെൻറ്റ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ വേറെ പുതിയ സെഗ്മെൻറ്റ്സിലേക്ക് കൂടെ വണ്ടി ഇറക്കുകയാണ്. തീർച്ചയായിട്ടും ഓല 1ാം സ്ഥാനത്ത് നിൽക്കുന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ വേറെ മാത്രമല്ല, ഇപ്പോൾ വണ്ടി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് 2 മാസത്തിനുള്ളിൽ അവർക്ക് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റാറുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും, നമ്മുടെ വീട്ടിൽ ഓല എത്തും. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇപ്പം അറിയാം പിയാജിയോ ഉണ്ട്, അല്ലെങ്കിൽ ബജാജിൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയായിട്ട് ഓല തീർച്ചയായിട്ടും മാറുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ഈ ആഴ്ചയ്ക്കുള്ളത് വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഓലയുടെ ഭാഗത്ത് നിന്ന് എന്ത് അപ്ഡേറ്റ് വന്നാലും അപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതിയേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കൂടെ വേറൊരു അപ്ഡേറ്റ് ഉള്ളത്, വണ്ടിയുടെ പേര് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ രാഹി എന്നാണ് വണ്ടിയുടെ പേര് ഇട്ടിരിക്കുന്നത്. അതായത് ഓലയുടെ ഇലക്ട്രിക് ഓട്ടോയുടെ പേര് രാഹി എന്നായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.